നോക്കി അതിനകത്ത് വീഴും. ഇത് റേഞ്ച് 6 കിലോമീറ്റർ ആണ്. മിസൈലല്ല, ഹെവി മെഷീൻ ഗണ്ണാണ്. മെഷീൻ ഗണ്ണാണ്, മെഷീൻ ഗൺ. കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇതിനുള്ളിൽ കയറാനോ ഇതിനടുത്ത് വരെ വരാൻ പോലും നമുക്ക് പറ്റില്ല. ഷിപ്പിലേക്ക് പോവാണ്. ഏതായാലും ഇതൊക്കെ ഒരു സംഭവം തന്നെയാണ്. വലിയ റോപ്പുകൾ ഒക്കെ സംഭവങ്ങൾ തന്നെയാണ് കാണാനുള്ളത്. ഇതൊക്കെയാണ് നാവികസേന ഉപയോഗിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് ആണ് മെയിൻ ഇതാണ് ഈ കാണുന്നത്. ഈ സമയം ഉച്ച സമയം ആയതുകൊണ്ട് വലിയൊരു തിരക്ക് ഇപ്പം ഇല്ല. നമ്മൾ ഇവിടെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ജസ്റ്റ് പുറത്തോട്ടൊന്ന് റൗണ്ട് അടിച്ച് കാണാൻ മാത്രമേ പറ്റൂ. ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല. അതിൻ്റെ പേര് ആര്യമാൻ എന്നാണ്. ടുത്ത് മിലിറ്ററിക്കാരനാണ്. ഈ ഇരിക്കുന്ന ആളുകളും ഈ വരി നിൽക്കുന്ന ആളുകളൊക്കെ അതിലേക്ക് കയറാനുള്ളവരാണ്. കാണുന്നതാക്കുന്ന അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കാത്തിക്കുന്നവരാണ്. ഇത് ബേപ്പൂരിലെ കാർഗോൻ്റെ ടെർമിനലാണെന്ന് തോന്നുന്നു. മൊത്തം ലോഡ് ഇറക്കുന്നുണ്ട്, കയറ്റുന്നുണ്ട്, ഒക്കെ അവിടെ കാണുന്നുണ്ട്. കുറേ ചെറിയ ചെറിയ കപ്പലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കാണുന്നതാണ് അങ്ങോട്ട് വരുന്ന എൻട്രൻസ് ആണത്. അവിടെ വാഴക്കുല, പച്ചക്കറി ഒക്കെ ഉണ്ട്. ഇത് വന്നതാണോ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചോ എന്നറിയില്ല. ഗ്യാസൊക്കെ വന്നാന്ന് തോന്നുന്നു. ഇവിടാണ് ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ വെച്ചിട്ടാണ് കരികാളിയൊക്കെ നടക്കുന്നത് പറയുന്നത്. മെയിൻ എൻട്രൻസും പ്രോഗ്രാമും ഒക്കെ ഇവിടെ നടക്കുന്നത്. ഞങ്ങളേതായാലും എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ മീൻ പിടുത്തമൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്.
ഞാൻ പറഞ്ഞു ഇവിടാണ് മെയിൻ പ്രോഗ്രാമൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞതാണ്. ഇവിടെ സേഫ്റ്റി ആംബുലൻസുകളൊക്കെ റെഡിയാണ്. എന്താ ക്രാഫ്റ്റ് സ്റ്റോർ. ഇവരൊക്കെ ഇവിടെ റേസിങ്ങിന് വന്നതാണ് തോന്നുന്നത്. ഇവിടെ ഗാനമേളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം പൊതുവെ ആൾ കുറവാണ്. ഇതിൻ്റെ പിറകിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച്. ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസൊക്കെ കിട്ടുന്ന കടകളാണ്. ഇവിടെ എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, എന്തോ കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ചെറിയ പന്തലൊക്കെ കെട്ടിയിട്ട് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു രണ്ട് ഐസ് കരണ്ടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ദാഹിക്കുന്നുണ്ട്. വലിയ ഐസായിട്ട് അവനെ കൊണ്ട് ഉന്താനാവുന്നില്ല. പരിപ്പ് എല്ലാം ഇടുന്നുണ്ട്. എൻ്റെ അഭിപ്രായം പറയും, എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഏതായാലും ഒന്നും കൂടി കഴിക്കട്ടെ, ബാക്കി എന്നിട്ട് പറയാം. And you don't want to be in the race track. Clear? Clear. Coach. Attention, sea kayakers. Please stay away from the sailing boat. Otherwise, you finish your. അപ്പോൾ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Please come back. ചെറിയൊരു കോമ്പറ്റീഷനാണ്. ഒരാൾ പോയി ഇരുന്നിട്ടുണ്ട്. അടുത്ത ആൾ വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഇവരൊക്കെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നവരാണ്. വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് അവിടെ വേണം സേഫ്റ്റിക്ക്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് താമസം. അല്ലെ ഇപ്പോൾ ഇത് തുടങ്ങായിരുന്നു. അവരിങ്ങോട്ട് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടാവും. ഇപ്പോൾ അതുപോലെ അവർ ഇറങ്ങിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് ഓൾറെഡി അവിടെ ഉണ്ട്. അതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് അവിടെ നിൽക്കുന്നത്. ഇവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. Hello sailors, hello participants. You can start launching to the start line.
ബോട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ലേഡിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ നീക്കം. സ്പീഡ് കയാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കടലിൽ ഉപയോഗിക്കുന്ന കയാക്കിംഗ് ആണ് സ്പീഡ് കയാക്കിംഗ്. റേസ് ബോട്ട് അതാണിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. കയാക്കിങ്ങിന് പോര് ഏകദേശം തിരിച്ച് വരാനായിട്ടുണ്ട്. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പട്ടം പറത്തലൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഷോക്ക് വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കുറേ പട്ടങ്ങളായിട്ടുണ്ട്. പല മോഡലുള്ള പട്ടങ്ങളാണ് ഇപ്പോൾ ഒരു പറത്തി ജസ്റ്റ് ഷോക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഈ കാണുന്ന ഏറ്റവും ഹൈറ്റിലുള്ള ഈ പട്ടം കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. ഇവിടെ നിന്നാണ് ഇനിയും ഒരുപാട് മുകളിലോട്ട് വിടാനുണ്ട് അവർക്ക്. ഇനിയും ഒരുപാട് ഉണ്ട് പുറത്തേക്ക് പറത്തി വിടാൻ. ബോക്സിലെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് മെല്ലെ 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 ഇങ്ങനെ ലൂസായി കൊടുക്കുക ചെയ്യുന്നത്. ഇത് ടോട്ടലി 200 മീറ്റർ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഹിന്ദിക്കാരാണ്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കരയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അവരവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചപ്പുറം ഒരു മാർക്കർ ബോയ്സ് വെച്ചിട്ടുണ്ട്. അത് 3 കോഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ ഒരു റേസിന്റെ കോഴ്സായി. അപ്പം അത് പ്രാക്ടീസ് റൺ ആണ് ഇപ്പം നടക്കുന്നത്. ആ ബോട്ട്സൊക്കെ ഒരു ലൈനപ്പ് ചെയ്ത് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാദ്യമായിട്ട് നടക്കുന്ന ഇവൻ്റാണ് ഇവിടെ സെയിലിംഗ് റിഗാട്ട എന്ന് പറയും. ഏകദേശം ഇവിടെ ഫുള്ളായിട്ടുണ്ട്. മൊത്തം പട്ടം പറത്തുന്നവർ തന്നെയാണ് കാണുന്നത്. പുതിയ പട്ടം അതാ പൊന്തുന്നുണ്ട്. ആകാശത്ത് നോക്കിയാൽ മൊത്തം പട്ട കാണുന്നുള്ളൂ. മത്സരമാണോ നടക്കണ, അല്ലെങ്കിൽ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു വാമപ്പ് സെക്ഷനാണ്. കോമ്പറ്റീഷൻ സ്റ്റാർട്ടാകാൻ പോവാണെന്നാണ് പറയുന്നത്. വാമപ്പ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു 1 hour കൊണ്ട് ഫുൾ പ്രോഗ്രാം സ്റ്റാർട്ടാണെന്നാണ് പറയുന്നത്. കോമ്പറ്റീഷന് ടീം ലീഡറാണ് ഇദ്ദേഹം, അബ്ദുള്ള മാളിയക്കൽ. നല്ല റിസ്ക് ഉള്ളൊരു പണിയാണ്. ഇത് പൊന്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ല.
ഉന്താൻ വേണ്ടി കുറച്ച് പണിയെടുക്കണം. ആ വലിയ പട്ടം പറത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കുറേ നേരം അവർ കളിക്കുന്നത്. ഇതുവരെ അതൊന്ന് പൊക്കി വിടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ കുറേ ആൾക്കാർ കൂടി ചേർന്ന് ഇത് പൊന്തിക്കുന്നത് കാണുന്നുണ്ടാവുക. ഇത്രയും പേര് ഇത്രയും പേര് ഇതാ ഇവിടുന്ന് ഇത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം മത്സരങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 40ഓളം കൈറ്റ് പൈലറ്റുകൾ ഒരുക്കുന്ന പട്ട വിരുന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ബേപ്പൂരിന്റെ കടൽ തീരം സാക്ഷ്യമാകുകയാണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മേഘാലയ, ജാർഖണ്ഡ്, ഉത്തർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോകപ്രശസ്തരായിട്ടുള്ള കൈറ്റ് വിദഗ്ധർ വൈവിധ്യമാർന്ന പട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് ബേപ്പൂരിന്റെ ആകാശത്തെ വിസ്മയമാക്കുകയാണ്. കാണികൾ ദയവ് ചെയ്ത് ഈ ബാരിക്കേഡിന് പുറത്തേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ബാരിക്കേഡിന് പുറത്തേക്ക്, കാരണം കൈറ്റിന്റെ കയറ് അതിന്റെ ടോയിൻസ് വളരെ ഷാർപ്പാണ്. കഴുത്തിലോ കയ്യിലോ ചൊറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ അപകടം ഉണ്ടാക്കുന്നതാണ്. സുരക്ഷാ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് കുട്ടികളും പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും നിങ്ങളുടെ കുട്ടികൾ ഈ ഗ്രൗണ്ടിന് അടുത്തേക്ക് വരാൻ പാടില്ല. ബാരിക്കേഡിന് പുറത്ത് മാത്രമേ, അതേപോലെ ഈ പവലിയന്റെ പിൻഭാഗത്തേക്ക് മാത്രമായിട്ട് കാണികൾ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ സ്പോർട്സ് കൈറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിനമായ ഇന്ന് 5 ഇനങ്ങളിലായി നടക്കുന്ന വൈവിധ്യമാർന്ന മത്സരങ്ങൾ, സ്റ്റെൻ കൈറ്റ്, സ്കോട്ട്ലൈൻ കൈറ്റുകൾ നടക്കുകയാണ്. Where's the sound coming from? ഇങ്ങനെയാണ് നടന്നത് വെച്ചല്ലേ. കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ പട്ടം പറത്തലുകാർ കൈറ്റ് പൈലറ്റ് അവതരിപ്പിക്കുന്ന മനോഹരമായ ഏതാനും നിമിഷങ്ങൾക്കകം ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഇന്ത്യയിലെ 18ഓളം സംസ്ഥാനങ്ങൾ മാറ്റിവെക്കുന്ന കൈറ്റ് ചാമ്പ്യൻഷിപ്പ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂരിന്റെ കടൽ തീരത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് ബേപ്പൂരിന്റെ ആകാശത്ത് വിസ്മയ കാഴ്ചകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും കാണിക്കുന്ന വിവിധ രൂപത്തിലും ഭാവത്തിലും വർണ്ണങ്ങളിലുമുള്ള പട്ടങ്ങൾ ആകാശത്തേക്ക് ഉയരുകയായി. പവർ കൈറ്റ്. Please request to
collect the chest number from all kite flyers. ബേപ്പൂരിന്റെ കടലും ബേപ്പൂരിന്റെ മണൽപ്പരപ്പും ബേപ്പൂരിന്റെ ആകാശവും പട്ടങ്ങളുടെ വിസ്മയ കാഴ്ചകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ നിറങ്ങളിലും വിവിധ വർണ്ണങ്ങളും വിവിധ സംസ്കാരങ്ങളും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ട് വന്നിട്ടുണ്ട്. ബോട്ടിൽ നല്ല ഫ്രഷ് മീനുണ്ട്. അപ്പോൾ അതാ ഒരു ബോട്ട് വന്നതാണ്. ആ തിരക്കാണ് കാണുന്നത്. എന്തോ മീൻ, നല്ല കളറുള്ള മീനൊക്കെ വന്നിട്ടുണ്ട്. ചെമ്പല്ലിയാണ് 700 റുപ്യ വരെ പറഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ചെമ്പല്ലി കേട്ടോ.